അച്ഛൻ എന്തിനാ അതൊക്കെ ഇവരോട് പറയുന്നേ? അതെ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം കിട്ടി, ആ വിഷയം അങ്ങ് ഏറ്റുപിടിക്കണം, പ്രശ്നം ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. എന്നാ എല്ലാവരും ഒന്ന് കേട്ടോ. നന്ദിനിയെ ഇനിയും ഇതുപോലെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെട്ടാൽ ഞാൻ ഇതുപോലെ കൊടുക്കും. അവർ എനിക്കുള്ള സ്വത്തോ സമ്പാദ്യമോ മുഴുവൻ ആവശ്യപ്പെട്ടാലും അതും ഞാൻ കൊടുക്കും. കാരണം നന്ദിനി എനിക്ക് അത്രയും പ്രിയപ്പെട്ടവളാ. തൽക്കാലം നന്ദിനി തിരിച്ചു വന്നതുമായി ബന്ധപ്പെട്ടുള്ളത് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോവാം. അങ്ങനെ പിരിഞ്ഞു പോവാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ? മുമ്പത്തെ പോലെ അല്ല. എന്റെ കമ്പനിയുടെ സൈനിങ് പവർ പോലും ദേ ഇവളുടെ കയ്യിലിരിക്കുക. അതിന്റെ പേരില് മറ്റുള്ളവരുമായി ചേർന്ന് എന്തെങ്കിലും കരുതിക്കുട്ടി ചെയ്തതാണോന്ന് എനിക്ക് വ്യക്തമാവണം. പത്മ, ഇപ്പൊ താൻ ബോധപൂർവം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത്രയും ശത്രുക്കളുള്ള ഒരു VIP-യെ എന്റെ ഈ കുടുംബത്തിൽ താമസിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇവളിവിടെ നന്ദിനി ഇവിടെ നിന്ന് ഇറങ്ങണമായിരിക്കും. അതെ, എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഒരുപാട് സമയം പ്രാക്ടീസ് ചെയ്തതിന്റെ ഗുണം കാണാനുണ്ട്. നന്ദിനി ഒരു ബാധ്യതയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 പേർക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ബിക്കോസ് ഇത് എന്റെ പേരിലുള്ള വീടാ. നന്ദിനി എന്റെ ഭാര്യയാണെങ്കിൽ ഇവള് ഇവിടെ തന്നെ താമസിക്കും. അത് കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഇപ്പോ ഈ നിമിഷം ഇവിടെ നിറങ്ങണം. തീരുമാനം എന്താണെന്ന് എന്നെ അറിയിച്ചാൽ മതി.